എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കിലോ അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന് നോക്കിയിട്ട് വരാവേ. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ അധികം എരിവില്ല, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. പിന്നെ നല്ലൊരു കളറും കിട്ടുമല്ലോ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് കുറച്ച് കറിവേപ്പില, പിന്നെ ഇതൊരു സവാളയാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. ഒരു 1/2 കപ്പ് അളവിൽ ചെറിയ ഉള്ളിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 മുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുവാണ്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമ്മളിത് കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മളിതൊരു 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോടെ, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈകൊണ്ട് തിരുമ്മിയാണ് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈയെല്ലാം വാഷ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ ചിലർക്ക് എങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി പിടിക്കുമ്പോഴത്തേക്ക് ആ ഉള്ളിൽ നിന്നുള്ള ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ സവാളയിൽ നിന്നുള്ള നീരൊക്കെ നല്ലതുപോലെ ഇറങ്ങും. നല്ലതുപോലെ ഞാനൊന്ന് ഇളക്കിയെടുക്കട്ടെ. ഒരു കാര്യം കൂടി ഇടാനായിട്ട് വിട്ടുപോയി. 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ചിക്കൻ മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് നേരം നമ്മളിതൊന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ആ മസാല എല്ലാം അതിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്തിട്ടൊരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാടൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. സാധാരണ പെരട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു 7 ടേബിൾ സ്പൂണൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറായിട്ട് വെളിച്ചെണ്ണയുടെ ഉപയോഗം വേണ്ടാന്ന് വിചാരിച്ചില്ല. 1/4 കപ്പ് അളവിൽ നാളികേരം, തേങ്ങാക്കൊത്ത്, നമ്മുടെ ഈ പെരട്ട് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ, അതായത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ തേങ്ങാക്കൊത്തോടു കൂടി അതിൻ്റെ അരപ്പും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ടേസ്റ്റിയാണ്. നമ്മുടെ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഇടുന്നതനുസരിച്ച് നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളെങ്കിലും ലാസ്റ്റ് നല്ലതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ മൂപ്പിച്ചെടുത്തപ്പോഴത്തേക്ക് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ചിക്കൻ്റെ ഇത് നമ്മുടെ ഒരു 5 മിനിറ്റ് നേരം ഈ മൂടിയൊന്നും വെക്കാണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് അളവിലാണ് എണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മളിത് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ആദ്യമേ വെള്ളം ഇറങ്ങും. അപ്പോൾ അങ്ങനെയല്ല ഇത് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടിട്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ.
അപ്പോൾ നമ്മൾ പെരട്ടൊക്കെ ഉണ്ടാക്കുന്ന നേരം ചിക്കൻ്റെ ഈ എല്ലോട് കൂടി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മുടെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഇതിന് കിട്ടുന്നത്. ഒരു 5 മിനിറ്റ് നേരം നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5-6 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഞാനൊന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള എല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതേ മൂടി വെച്ചിട്ട് ഫ്ലെയിം ലോയിലേക്ക് ആക്കുക. ഒരു 10 മിനിറ്റ് നേരം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായാലും ഇരുമ്പിൻ്റെ പാത്രമായാലും ഇനിയിപ്പം സ്റ്റീലിൻ്റെ ഒക്കെ ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. ഇടയ്ക്കൊന്നൊരു 2-3 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഒന്ന് 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. അല്ലാത്ത പാത്രങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായി. നമുക്ക് നോക്കാം. ഇവിടെ വെള്ളമെല്ലാം ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു 5 മിനിറ്റ് വരെ കൂടെ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. കാര്യം പെരട്ടല്ലേ, അപ്പോൾ ഇതിങ്ങനെ ഗ്രേവി പോലെ അല്ല ഇരിക്കുന്നത്. ഇച്ചിരി ഗ്രേവി കുറഞ്ഞ ഇതിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു 5 മിനിറ്റ് വരെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സവാളയും എല്ലാം നല്ലതുപോലെ മുരിഞ്ഞ് വെള്ളമൊന്നുമില്ല ഉണ്ടോ, ഇതേപോലെ എടുക്കുക. ഇനി നമ്മൾ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെയാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ മല്ലിയില. കറിവേപ്പില എത്രത്തോളം ഇടാൻ പറ്റുമോ അത്രത്തോളം കറിയുടെ ടേസ്റ്റ് കൂടും. നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പച്ചമുളക് ഇടണമെന്നുള്ളവർക്ക് പച്ചമുളക് ഇടാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് പച്ചമുളക് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക് ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പാകത്തിനുള്ളൊരു എരിവിൽ കിട്ടിക്കോളും. ഇനി എരിവുള്ള മുളക് പൊടിയാണ് ഇടുന്നതെങ്കിൽ ഇത്രയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയൊന്നും ഇടരുത്. കുറച്ച് മാത്രമേ ഇടാവൂ. ഒരു 2 ടീസ്പൂൺ അളവിലോ മറ്റോ അങ്ങനെയൊക്കെ ഇടാവും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇപ്പം നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് അഥവാ ചിക്കൻ പെരളൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത്തവണ ഈസ്റ്ററിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.